എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ഏൻഷ്യൻ സിവിലൈസേഷൻസ്, പ്രാചീന നാഗരികതകൾ, ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഏൻഷ്യൻ സിവിലൈസേഷൻസിൽ അതിനോട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം എടുത്തു. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. സെറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് 2 നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് 2 ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇനി ഇതിലൂടെ കുറച്ചും കൂടെയൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവരും ആദ്യം പറഞ്ഞ ക്ലാസ്സുകളൊക്കെ ഓർത്ത് വയ്ക്കുക. അതിനോടൊപ്പം തന്നെ ഏൻഷ്യൻ സിവിലൈസേഷൻസിലെ എല്ലാ ക്ലാസ്സുകളും കണ്ടിരിക്കുക. എന്നിരുന്നെങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. കാരണം ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആൻസർ പറയാൻ കിട്ടുന്നതാണ് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു കാര്യമല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും കണ്ടിരിക്കുക. വീഡിയോസൊക്കെ കണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വീഡിയോസ് കാണുമ്പോൾ എല്ലാ പോയിൻറ്റ്സും നമ്മൾ പറയുന്നതിലെ മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു എന്താ പറയുക 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ. ചില ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ രൂപത്തിലൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക. ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്തിൽ ഓരോ ടോപ്പിക്കിൻ്റെയും പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു എസ്സേ എഴുതാൻ പറ്റും എന്നുള്ളതാണ് പോയിൻറ്റ്. ഇപ്പോൾ എല്ലാ പോയിൻറ്റ്സും നമുക്ക് കിട്ടും, എസ്സേ ആയിട്ട് എഴുതാൻ പറ്റും, 1 വേർഡ് ക്വസ്റ്റ്യനും ഒരേപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ചെയ്തിരിക്കുക. ഓരോ ക്ലാസ് കണ്ടിട്ട് ഓരോ ഹെഡിങ്ങിൻ്റെ കീഴിലും വരുന്ന കാര്യങ്ങൾ 1 വേർഡ് രൂപത്തിൽ എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കുക? 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, അങ്ങനെ 4 സെക്ഷനായിട്ട് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും, എന്നാലും 10 ചോദ്യങ്ങളുടെ ഉത്തരമാണ് എഴുതേണ്ടത്. ഓരോന്നിനും ഓരോ മാർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്ര എഴുതണം? 1 വരി, 2 വരി, മാക്സിമം 2 വരി എഴുതിയാൽ മതി. 1 വരിയാണ് എഴുതേണ്ട കാര്യമുള്ളൂ. 1 വേർഡ് ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ദെൻ സെക്കൻഡ് സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ അവിടെയും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. 10ൽ കൂടുതൽ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന 10 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. അവിടെ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്കാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവിടെ മാക്സിമം ഒരു 3 to 4 സെൻറ്റൻസസ് അത്ര എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വാരി വലിച്ച് എഴുതേണ്ട. 3 to 4 സെൻറ്റൻസസ് കറക്റ്റ് ആൻസർ ആയിരിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കണം. നമ്മൾ ഈ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ആണ് ഏറ്റവും ടഫായിട്ടുള്ള സെക്ഷൻ എന്ന് ഞാൻ പറയും. കാരണം ഒരു എസ്സി ഒക്കെ എഴുതുമ്പോൾ നമുക്ക് പിന്നെയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേസമയം ഈ ഫസ്റ്റ് 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്ക് പോകുന്ന ഒരു സെക്ഷനാണ്. അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പം സെക്ഷൻ എയിൽ ഒരു 10 പേജ് എഴുതി വെച്ചാൽ അവിടെ 1 മാർക്കേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ വെറുതെ ഒരു പേജൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചിട്ടാൽ ഒരു കാര്യമില്ല, 1 മാർക്കേ കിട്ടുള്ളൂ. അതും ഇൻവിജിലേറ്റർ എപ്പോഴും ആദ്യത്തെ 2 or 3 സെൻറ്റൻസ്, 10 ഒരു പേജൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 or 3 സെൻറ്റൻസ് വായിച്ച് നോക്കും. അതിൽ ഉത്തരം ഇല്ലെങ്കിൽ അവിടെ മാർക്കും തരില്ല. അപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ സെക്ഷൻ ബിയിലും വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് എഴുതേണ്ടതും ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉത്തരം അവിടെ കാണേണ്ടതുമായിട്ടുള്ള ചോദ്യമാണ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പോകാനും ശരിയായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന ഒരു സെക്ഷൻ എ ആൻഡ് ബി. വളരെ സിമ്പിളാന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഞാൻ വായിച്ചു നോക്കിയാൽ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം തോന്നുന്നത് ഈ ഭാഗമായിരിക്കും, എ ആൻഡ് ബി.
ഓക്കെ, അപ്പോൾ ഈ 2 ഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ചപ്പോൾ ഏത് ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിലും ഏത് ക്ലാസ് കേൾക്കുകയാണെങ്കിലും അപ്പോൾ തന്നെ അതിൻ്റെ 1 വേർഡ് രൂപത്തിൽ ആൻസർ ചെയ്യാൻ ഭാഗത്തിന് എഴുതി വെക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ മാർക്ക്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. 10 ക്വസ്റ്റ്യൻസ് അതിൽ 15 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് 15 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫോർമോസ്റ്റ് ഈജിപ്ഷ്യൻ സൺ ഗോഡ് ഇൻവോൾവ് ഇൻ ക്രിയേഷൻ ആൻഡ് ആഫ്റ്റർ ലൈഫ്? അതായത് സൺ ഗോഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈജിപ്ഷ്യൻ സൺ ഗോഡ് അത് ക്രിയേഷൻ്റെയും ആഫ്റ്റർ ലൈഫിൻ്റെയും ഗോഡ് ആയതാണ്. ഉത്തരം റേയാണ്. റേ ഗോൾഡ് സോളർ കൾട്ട് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിൽ. അപ്പോൾ റേ എന്ന് പറയുന്നതാണ് ഉത്തരം. വിച്ച് വാസ് ദി വേൾഡ്സ് ഏർലിയസ്റ്റ് ഫോം ഓഫ് പേപ്പർ ദാറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ദി ഈജിപ്ഷ്യൻസ്? ഈജിപ്ഷ്യൻസ് കണ്ടെത്തിയതിൽ ഏറ്റവും പഴയ പേപ്പർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ പാപ്പിറസ് ആണ്. പാപ്പിറസ് എന്നുള്ളതാണ് ഉത്തരം. അതിൻ്റെ ഒരു വകഭേദങ്ങളാണ് പിന്നീട് വരുന്നത്. ആ ഒരു സ്ക്രിപ്റ്റ് അവർ ഈ പേപ്പർസിലാണ് എഴുതിയിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിരുന്നു അവരുടെ റൈറ്റിങ്സ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ആൻഷ്യൻ ലോ ഗീവർ ഹു പ്രിപ്പയർഡ് ഹിസ് ഫേമസ് കോഡ് ഓഫ് സിവിൽ ലോസ്? കോഡ് ഓഫ് സിവിൽ ലോസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏറ്റവും പ്രാചീനമായിട്ടുള്ള നിയമ സംവിധാനം കൊണ്ടുവന്നത് ലോ ആ നിയമം കൊണ്ടുവന്നത് ആരാണ്? കോഡ് ഓഫ് സിവിൽ ലോസ്. ആരാണ് കോഡ് ഓഫ് സിവിൽ ലോസ് കൊണ്ടുവന്നത്? ഇറ്റ്സ് ഹമ്മുറാബിയുടെയാണ് കോഡ് ഓഫ് സിവിൽ ലോസ്. ബാബിലോണിയൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിൽ ഹമ്മുറാബിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നൊരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ആളാണ് ഹമ്മുറാബി. അപ്പോൾ കോഡ് ഓഫ് സിവിൽ ലോസ് ഹമ്മുറാബിയാണ്. നിങ്ങൾ ഈ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രാചീന നിയമവ്യവസ്ഥയുടെ ആളെന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മനു എന്നുള്ള ആൻസറൊക്കെ കാണാൻ പറ്റും. അതൊന്നും എഴുതി വെച്ചേക്കരുത് അബദ്ധത്തിൽ. ഇവിടെ നമ്മൾ എപ്പോഴും ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ ആലോചിച്ചുകൊണ്ട് ഉത്തരം എഴുതുക. ഓക്കെ, ഇനി ഹു ഈസ് കൺസിഡേർഡ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദി ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ഓഫ് എസീറിയൻ ഡൈനാസ്റ്റി? എസീറിയൻ വംശത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ റൂളർ ആരായിരുന്നു, ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദ്യം. അതിൻ്റെ ആൻസറാണ് അഷർബാനിപ്പാൽ. ASHURBANIPAL, അഷർബാനിപ്പാൽ എന്നാണ് ഉത്തരം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡൈനാസ്റ്റി ഈസ് ജനറലി കൺസിഡേർഡ് ചൈനാസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി? കുറച്ച് കൺഫ്യൂസിങ് ആണ് ചോദ്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയുടെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി ഏതാണെന്നാണ്. അത് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദി ജനറലി കൺസിഡേർഡ് ആസ് ദി ചൈനാസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി എന്ന ചോദ്യം. അവിടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ശരിക്കും നോക്കുന്ന ഇൻവിജിലേറ്ററിൻ്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ഇരിക്കാൻ കൂടെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ആൻഡ് ശരിക്കും ചൈനയുടെ ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സിയ ഡൈനാസ്റ്റിയാണ്. XIA സിയ ഡൈനാസ്റ്റി. ചിലതിൽ കാണാൻ പറ്റും ഷാങ് ഡൈനാസ്റ്റിയാണ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. പക്ഷേ ശരിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ സിയ ഡൈനാസ്റ്റിയുടെ XIA സിയ ഡൈനാസ്റ്റിയാണ് ചൈനയുടെ ആദ്യത്തെ വംശം എന്ന് പറയുന്നത്. പക്ഷേ ജനറലി കൺസിഡർ ചെയ്യുന്നത് ഷാങ് ഡൈനാസ്റ്റിനെയാണ് ഇനി. ഓക്കെ, അത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ഈ ചോദ്യം തന്നെ കുറച്ചും കൂടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ജനറലി കൺസിഡേർഡ് എന്ന് ചോദിക്കുമ്പോൾ മേ ബി അത് ഷാങ് ഡൈനാസ്റ്റി ആവാനും സാധ്യതയുണ്ട്. ലെറ്റ്സ് ചെക്ക്. നമുക്ക് ആ പുസ്തകത്തിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ ഏതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കുമല്ലോ. നമ്മൾ ഷിയ ആൻഡ് ഷാങ് ഡൈനാസ്റ്റി ഒരു സ്പെഷ്യൽ ചാപ്റ്റർ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏൻഷ്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൊടുത്തിരിക്കനുസരിച്ചും ഫസ്റ്റ് ഡൈനാസ്റ്റി ചൈനയുടെ ആദ്യത്തെ ഒരു വംശം എന്ന് പറയുന്നത് ഭരണവംശം എന്ന് പറയുന്നത് സിയ ഡൈനാസ്റ്റിയാണ്. ബട്ട് ചൈനാസ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഷാങ് വംശമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനയുടെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം ഏതാണ്? ഷാങ് ഡൈനാസ്റ്റിയാണ് വരുന്നത്. ഓക്കെ, ഷാങ് വംശമാണ്. അപ്പം സിയ വംശം എന്ന് പറയുന്നത് ആദ്യത്തെ വംശം ഷിയ വംശവും ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ജനറലി കൺസിഡേർഡ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനാസ്റ്റി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെ ഷാങ് ഡൈനാസ്റ്റി എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഷിയ ഷാങ് കൃത്യമായിട്ട് ആസ്പെക്റ്റിൽ തന്നെ മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് അങ്ങനത്തെ ചോദ്യങ്ങൾ. ഇതാ പറഞ്ഞത് പെട്ടെന്ന് മാർക്ക് പോവാനും അതേസമയം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും എന്നുള്ളത്. ഓക്കെ, ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് എംപറർ ഓഫ് കിൻ ഡൈനാസ്റ്റി? കിൻ വംശത്തിൻ്റെ ആദ്യത്തെ റൂളർ ആരായിരുന്നാണ് ചോദ്യം. ഷൂൻഷി. ആരാണ്?
ഷൂൻഷിയാണ് ഫസ്റ്റത്തെ കിൻ ഡൈനാസ്റ്റിയുടെ ഒരു റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം, വിച്ച് ബുദ്ധിസ്റ്റ് സെക്ട് ബിലീവ്ഡ് ഇൻ ദി മഹായാന കോൺസെപ്റ്റ് ഓഫ് സാൽവേഷൻ ത്രൂ ഫെയ്ത്ത്? സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് എന്നൊരു ആശയം വരുന്ന മഹായാന ബുദ്ധിസം സെക്ട് അതിനെന്താണ് അറിയപ്പെടുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് പ്യുവർ ലാൻഡ് എന്നാണ്. ഓക്കെ, എന്താണ്? സ്കൂൾ ഓഫ് പ്യുവർ ലാൻഡ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒറ്റയടിക്ക് മഹായാന ബുദ്ധിസം എന്നൊന്നും ആൻസർ എഴുതി വയ്ക്കേണ്ട, അതിൻ്റെ ആൻസർ സ്കൂൾ ഓഫ് പ്യുവർ ലാൻഡ് ആണ്. ഇനി 8ാമത്തെ ചോദ്യം, വിച്ച് സിറ്റി സ്റ്റേറ്റ് വാസ് റിഗാർഡഡ് ആസ് ദി സ്കൂൾ ഓഫ് ഹെല്ലാസ്? സ്കൂൾ ഓഫ് ഹെല്ലാസ് എന്നറിയപ്പെട്ടിട്ടുള്ള സിറ്റി സ്റ്റേറ്റ് ഏതാണ്? ഈ സിറ്റി സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ നേരെ പോകണം ഗ്രീക്കും കിട്ടിയില്ലെങ്കിൽ റോം, അങ്ങനെ ചിന്തിക്കണം. ഗ്രീക്കിലാണ് ഈ സിറ്റി സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ സിറ്റി സ്റ്റേറ്റ് എന്ന് കിടക്കുമ്പോൾ നമ്മൾ നേരെ പോകണം ഗ്രീക്കിലേക്ക്. ഇനി ഗ്രീക്കിൻ്റെ ഒരു ചോദ്യം വരികയാണെങ്കിൽ അവിടെ അധികവും ഏതൻസിനെ കുറിച്ചായിരിക്കും. നമ്മൾ ഏതൻസിനും സ്പാർട്ടൻസിനെയും കുറിച്ചാണ് ഗ്രീസിൽ പഠിച്ചിട്ടുണ്ട് സിറ്റി സ്റ്റേറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ആലോചിക്കുക, സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഗ്രീസിലോട്ട് പോകണം. ഗ്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് പഠിച്ചത് ഏതൻസും സ്പാർട്ടൻസും ആണ്. അതിൽ സ്കൂൾ ഓഫ് ഹെല്ലാസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, സ്കൂൾ ഓഫ് ഹെല്ലാസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ എന്തോ ഒരു സംഭവമായിട്ടുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്പാർട്ടൻസിനെ കുറിച്ച് ആലോചിക്കണം. സ്പാർട്ടൻസ് എന്ന് പറഞ്ഞൊരു മിലിറ്ററി ഗ്രൂപ്പ് മാത്രമാണ്, അവർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതൻസ്, അപ്പോൾ പിന്നെ വേറെ ഉത്തരം എന്താണ്? ഏതൻസ് ആണ്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പെട്ടെന്ന് ചിന്തിച്ച് പോയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ എവിടേക്കായിരിക്കും അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം ഡയറക്റ്റ് അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ പാകത്തിനൊന്ന് കിട്ടും. ഇപ്പോൾ ഏതൻസ് ആണ് അവിടെ ആൻസർ. ഈ പെറിക്ലസ് ആണ് ഈ ഒരു സ്കൂൾ ഓഫ് ഹെല്ലാസ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതൻസ് ആണ്. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഓദർ ഓഫ് ബിബ്ലിയോത്തിക്ക ഹിസ്റ്റോറിക്ക? ബിബ്ലിയോത്തിക്ക ഹിസ്റ്റോറിക്ക എന്ന് പറയുന്ന ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ഓദർ ആരാന്നാണ് ചോദ്യം. അതിൻ്റെ ഓദർ സിസിലസ് ആണ്, ഡയോഡോറസ് സിസിലസ് ആണ് അതിൻ്റെ ആൻസർ. Then 10th question, what was the real name of Plato? പ്ലേറ്റോൻ്റെ യഥാർത്ഥ പേര് എന്താണെന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് അരിസ്റ്റോക്ലസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അരിസ്റ്റോക്ലസ്. അരിസ്റ്റോട്ടിലല്ല, അരിസ്റ്റോട്ടിൽ നിന്ന് മാറി എഴുതി വയ്ക്കരുത്, ഇത് അരിസ്റ്റോക്ലസ് ആണ്, അരിസ്റ്റോക്ലസ്. Then 11th question, who was the famous Roman historian who prepared the natural history? നാച്ചുറൽ ഹിസ്റ്ററി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഹിസ്റ്റോറിയൻ ആരാണെന്നാണ്, റോമൻ ഹിസ്റ്റോറിയൻ ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് പ്ലിനി ദി എൽഡർ ആണ്. 12ാമത്തെ ചോദ്യം, വിച്ച് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ, നോട്ട് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ, pointed out that it was the spread of Christianity that contributed greatly the fall of Rome? റോമിൻ്റെ തകർച്ചയ്ക്ക്, പ്രാചീന റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിൻ്റെ ഉത്ഭവവും വളർച്ചയാണെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? എഡ്വേർഡ് ഗിബ്ബൺ ആണ് എൻ്റെ ആൻസർ. ആരാണ്? എഡ്വേർഡ് ഗിബ്ബൺ. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് തന്നെയാണ് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ. കറക്റ്റ്, അത് തന്നെയാണ് കറക്റ്റ്. അദ്ദേഹത്തിൻ്റെ റോമൻ എംപയറിൻ്റെ പതനത്തിനെ കുറിച്ച് പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് ക്രിസ്ത്യാനിറ്റി ഒരു കാരണമാണെന്ന് പറഞ്ഞത് റോമൻ എംപയർ തകർച്ചയ്ക്ക്. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, ക്യാപിറ്റൽ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ. ഏതാണ് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്നുള്ളത്? അതിൻ്റെ ഉത്തരം കോൺസ്റ്റാന്റിനോപ്പോൾ ആണ്. ബൈസ്റ്റാൻഡിയൻ എംപയറത്തിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പോൾ ആണ്. പിന്നീട് അതിനെ ഇസ്താൻബുൾ എന്നാണ് ആ എംപയർ പിന്നെ അറിയപ്പെട്ടിട്ടുള്ളത്. ഈ ചോദ്യവും വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നുള്ള ചോദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ്. പല സ്ഥലത്തും പല ആൻസേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ്, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കോൺസ്റ്റാന്റിനോപ്പോൾ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം, വിച്ച് വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ഇൻ ടെനോക്ടിറ്റ്ലനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ മേയർ എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ടെമ്പിൾ എന്നത് അറിയപ്പെടുന്നുണ്ട്. ഗ്രേറ്റ് ടെമ്പിൾ അഥവാ ടെമ്പിൾ മേയർ, MAYOR, ടെമ്പിൾ മേയർ ആണ് അതിൻ്റെ ഉത്തരം. 15ാമത്തെ ചോദ്യം, വിച്ച് വാസ് ദി മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് എസ്റ്റിക് പീപ്പിൾ? എസ്റ്റിക് എന്ന് പറഞ്ഞ വർഗത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഫുഡ് ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട വിള ഏതാണ്? സ്റ്റേപ്പിൾ ഫുഡ് ഏതാണ് എസ്റ്റിക് പീപ്പിളിൻ്റെ ഇടയ്ക്ക്? ഇറ്റ്സ് മെയ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത്, മെയ്സ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഓരോ വംശത്തെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിവിലൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ്,
പോട്ടറിയുടെ പ്രത്യേകത എന്താണ്, ആർക്കിടെക്ചർ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ചെറുതാണെന്ന് വിചാരിക്കരുത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെയും നമ്മൾ ഫുഡ് ഏതാന്നുള്ളത് എഴുതി വെച്ചിട്ട് തന്നെ ഓർത്തിരിക്കണം. ഇപ്പോൾ മെയ്സാണ് എസ്റ്റിക് പീപ്പിളിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുക. ഇനി നമുക്ക് സെക്ഷൻ ബിയിലോട്ട് പോകാം. നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ആൻസർ പറഞ്ഞു, എന്തായിരിക്കും മെത്തേഡ് എന്നും പറഞ്ഞു. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോകാം. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ദ റിവർ നൈൽ പ്ലേ എ ക്രിട്ടിക്കൽ പാർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്ത്? ആൻഷ്യൻറ്റ് ഈജിപ്തിൽ നൈൽ നദിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നോക്കണം. എന്താണ് നൈലിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നത് എന്താണ്? ദ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവിടെ പ്രധാനപ്പെട്ട എഗ്രികൾച്ചറൽ ക്രോപ്സ് ഒക്കെ കൃഷി ചെയ്യുന്നതും എവിടെയാണ്? ഈ നൈൽ നദിയുടെ തീരത്താണ്. ആളുകൾ സെറ്റിൽ ചെയ്ത് താമസിച്ചതും ഈ നൈൽ നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട എഗ്രികൾച്ചറൽ സെക്ടർ വളരുന്നത് തന്നെ നൈൽ നദിയുടെ തീരത്തായതുകൊണ്ട് നൈൽ നദി വളരെ പ്രധാനപ്പെട്ട ഒരു നദി ആകുന്നു. ഏതൊക്കെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സ്? വീറ്റ്, ഫ്ലാക്സ്, പിന്നെ പാപ്പറസ്, ഇതൊക്കെ അവിടെ നിന്നാണ് അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നൈൽ നദി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് 2 വരിയിൽ ഇത്രയും അടങ്ങിയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. റിവർ നൈലിനെ കുറിച്ച് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫ്ലഡിൻ്റെ സമയത്ത് അവിടെ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു സോയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇത് ഈ ആൾക്കാർക്ക് കൂടുതൽ ഇൻഹെബിറ്റൻസ്, ആൾക്കാർക്ക് താമസയോഗ്യമാണ് ഫെർട്ടൈൽ സോയിലിൽ. അതും കൂടെ എഴുതി ചേർക്കാൻ പറ്റുമെങ്കിൽ എഴുതി ചേർക്കുക. അപ്പം മെയിൻ പോയിന്റ്സ് ആദ്യം പറഞ്ഞു തന്നെയായിരിക്കണം. 17th ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സിഗുറാത്ത്? എന്താണ് സിഗുറാത്ത്? അവിടെ നമ്മൾ വാട്ട് ഡു യു മീൻ ബൈ സിഗുറാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗുറാത്തിനെ കുറിച്ച് ആദ്യം എഴുതേണ്ടത് ഏൻഷ്യൻ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെ ഭാഗമാണ് സിഗുറാത്ത്. സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടെമ്പിളാണ്, റിലീജിയസ് ബിലീഫിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പിരമിഡിക്കൽ സ്ട്രക്ചറിലുള്ളൊരു ടെമ്പിളാണ്. സ്റ്റെപ്പ്ഡ് പിരമിഡിക്കൽ സ്ട്രക്ചർ, അങ്ങനെ എഴുതിയാൽ മതി. സ്റ്റെപ്പ്ഡ് സ്ട്രക്ചറിലുള്ളൊരു റിലീജിയസ് സെൻ്ററാണ് എന്ത്? സിഗുറാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയായിരിക്കാം നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ 2 വരിയിൽ എഴുതേണ്ടത്. സ്റ്റെപ്പ്ഡ് പിരമിഡിക്കൽ സ്ട്രക്ചറിലുള്ള ഒരു റിലീജിയസ് സെൻ്ററാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. ആൻഷ്യൻ മെസപ്പൊട്ടാമിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കാലഘട്ടം നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല, എന്നാലും കാലഘട്ടം അറിയെങ്കിൽ എഴുതണം. 2200 to 500 BC കാലഘട്ടത്തിലാണ് സിഗുറാത്ത് എന്ന് പറയുന്ന ആൻഷ്യൻ വർഷിപ്പിംഗ് സെൻ്ററിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. മഡ് ബ്രിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ പാർട്സൊക്കെ, എക്സ്റ്റീരിയർ കവറ് ബേക്കഡ് എന്താ പറയുക ബ്രിക്ക് കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇത്രയാണ് വേണ്ടത്. ഇനി 18th ക്വസ്റ്റ്യൻ, ഹൂ വാസ് ഓസ്ട്രീസ്? എന്താണ് ഓസ്ട്രീസ്? ആരാണ് ഓസ്ട്രീസ് എന്നാണ് 18th ക്വസ്റ്റ്യൻ. ഓസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ഈജിപ്തിലെ ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് ഓസ്ട്രീസ്. ഈ ഓസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അണ്ടർവേൾഡ്, പാതാളത്തിൻ്റെ ദേവതനായിട്ടും കണക്കാക്കുന്നുണ്ട്, ഗോഡ് ഓഫ് അണ്ടർവേൾഡായിട്ടും കണക്കാക്കുന്നുണ്ട്, ഗോഡ് ഓഫ് ഡെഡ് ആൻഡ് റിസ്ക്രറ്റഡ് കിങ് ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ദെൻ ഓൾസോ ഇറ്റ്സ് നോൺ ആസ് ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റിയുടെ ദേവനാണ്, അണ്ടർവേൾഡിൻ്റെ ദേവനാണ്, അതേസമയം മരണത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ദേവനാണ് ഓസ്ട്രീസ് എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ ഗോഡാണ് ഓസ്ട്രീസ്. ഇത്രയും പോയിന്റ്സ് അവിടെ വന്നിരിക്കണം. ഓക്കെ, ഇനി വാട്ട് വാസ് ദി ബേസിക് മാക്സിം ഓഫ് ദി കോഡ് ഓഫ് ഹമ്മുറാബി? കോഡ് ഓഫ് ഹമ്മുറാബിയുടെ ഏറ്റവും ബേസിക് മാക്സിം, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കോഡ് ഓഫ് ഹമ്മുറാബി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി ബേസിക് മാക്സിം ഓഫ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? an eye for an eye, a tooth for an eye. It was an basic maxim of the code of Hammurabi എന്നാണ് ആൻസർ വരുന്നത്. അതാണ് ഫസ്റ്റ് ലൈനിൽ തന്നെ വരുന്നത്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന രീതിയാണ് ഹമ്മുറാബിയുടെ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കി ഹമ്മുറാബിനെ കുറിച്ച് എന്ത് എഴുതുക, കോഡ് ഓഫ് കണ്ടക്ട് എന്ത് എഴുതുകയാണെങ്കിൽ അതിന് ശേഷം എഴുതിയാൽ മതി. ഇതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി? 20ാമത്തെ ചോദ്യമാണ്, എന്താണ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി എന്ന്? ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി ഹിസ്റ്ററി ഓഫ് ജൂതന്മാരുടെ ഹിസ്റ്ററിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രാചീന പേർഷ്യയിലെ ഒരു എംപറർ ആയിരുന്നു കിങ് നെബുഷാഡ്നസർ. NEBUCHADNEZAR
നെബുചാഡ്നസർ അല്ലെങ്കിൽ നെബുഷാഡ്നസർ എന്ന് പറയുന്ന ഒരു കിങ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്ന് ഒരുപാട് ജൂതന്മാരെ പിടിച്ചുകൊണ്ടുവരികയും അവരെ 10 വർഷത്തോളം 10 വർഷമല്ല, ഒരുപാട് കാലം, കൃത്യം ഒരുപാട് കാലം ഇയാളുടെ കീഴിൽ തടവറയിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെറുസലേമിൽ നിന്ന് ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞല്ലേ, ജെറുസലേമിൽ നിന്ന് ഒരുപാട് ആളുകൾ, ജെറുസലേം തകർത്ത് അവിടെ പ്ലണ്ടർ ചെയ്ത് കോൺക്വസ്റ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തിട്ട് അവിടുത്തെ ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരുപാട് കാലം ഈ രാജാവ് ഇയാളുടെ കീഴിൽ അടിമയെ പോലെ തടവറയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഈ ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി, ഇത്തരത്തിൽ ഈ ബാബിലോണിയയുടെ കീഴിൽ ഒരുപാട് കാലം ഇവരെ തടവുകാരായി ഇട്ടതിനെയാണ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അത്രയാണ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റീൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റി. ഇത് നടക്കുന്നത് 605 to 562 BC-യിലാണ്. 605 മുതൽ 562 BC കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതാം. പിന്നീട് 12ഓളം ട്രൈബ്സ് ഉണ്ടായിരുന്നു അന്ന്. ജെറുസലേമിൻ്റെ ഭാഗമായിട്ട് 12ഓളം ട്രൈബ്സ് ഉണ്ടായിരുന്നു. ഈ 12 ട്രൈബ്സിൽ 2 ട്രൈബ്സിനെ മാത്രമാണ് തിരിച്ചു വിടുന്നതും ബാക്കി 10ഓളം ട്രൈബ്സ് ഇവരുടെ അടിമകളായി തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങളല്ലേ ലോസ്റ്റ് 10 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്നാണ് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതാണ് ബാബിലോണിയൻ ക്യാപിറ്റിവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Then 21st question. Which were common characteristic of Lungshan culture? Lungshan culture-ന്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? Lungshan culture is related to China. ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ചോദ്യം എന്ന് പറയുന്നത് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് Lungshan culture ആണ്. നമുക്ക് ഡയറക്റ്റ് ഉത്തരം ഉള്ളതാണ്. ഒന്നാമത്തേതാണ് പ്രോസസ് ഓഫ് റമാനിങ് എർത്ത് ഇൻ സക്സസീവ് ലെയേഴ്സ്. എർത്തിൽ ഓരോ ലെയേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നൊരു രീതി അവർക്കുണ്ടായിരുന്നു. ദെൻ ഫോർട്ടിഫിക്കേഷൻ ഓഫ് അർബൻ സൈറ്റ്സ് ബൈ തിക്ക് വാൾസ്. വളരെ തിക്കായിട്ടുള്ള ചുമരുകൾ കൊണ്ട് അർബൻ നഗരപ്രദേശങ്ങളൊക്കെ ഫോർട്ടിഫൈ ചെയ്യുക, കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് അവരുടെ ഒരു ഫീച്ചറാണ്. മൂന്നാമത്തത് ഡിവൈനേഷൻ. ആനിമൽ ബോൺ സബ്ജക്റ്റ് ടു ദ ആക്ഷൻ ഓഫ് ഫയർ. ഭക്തിയുടെ ഡിവൈനിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഭക്തിയുടെ ഭാഗമായിട്ട് മൃഗങ്ങളുടെ എല്ലുകൾ കത്തിക്കുന്ന രീതി ഉണ്ടായിരുന്നു. നാലാമത്തത് ടിപ്പിക്കൽ ഷേപ്സ് ക്ലോസ് റിലേഷൻ ടു വെച്ചത്. വളരെ ടിപ്പിക്കലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പല ഷേപ്പുകളും ഇവരുണ്ടാക്കുമായിരുന്നു. പക്ഷെ ഒന്ന് മറ്റൊന്നിനോട് റിലേറ്റഡ് ആയിരിക്കും, ഒന്ന് മറ്റൊന്നിനോട് സമാന്തരമാണെന്ന് തോന്നുമെങ്കിലും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടായിരിക്കും. ഇതാണ് അവരുടെ കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലുങ്ഷൻ കൾച്ചറിൻ്റെ. ഇനി നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ടിയാൻടായ് സ്കൂൾ? ടിയാൻടായ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ടിയാൻടായ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ചൈനയിലുള്ളൊരു സ്കൂളാണ് ടിയാൻടായ് സ്കൂൾ. അത് സ്ഥാപിക്കുന്നത് ചീൻ ഒന്നാണ്. ഇതിൽ വരുന്ന ഉത്തരങ്ങളാണ്. ടിയാൻടായ് സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഫൗണ്ടഡ് ബൈ ചിഹ് ഒന്നാമൻ, CHIH. ചിഹ് ഫസ്റ്റ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇൻ ദ ഇയർ 538 to 599 BC. In between the year 538 to 597 BCE in China. ഇത്രയാണ് അതിൻ്റെ മെയിൻ ആൻസർ എന്ന് പറയുന്നത്. ചെക്കിയാങ് വാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. CHEKIANG. ചെക്കിയാങ് വാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത്രയാണ് മെയിനായിട്ട് വരേണ്ടത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഈസ്റ്റേൺ ഏഷ്യൻ ബുദ്ധിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള ലോട്ടസ് സൂത്ര എന്ന് പറയുന്നതിൻ്റെ സ്ഥാപനത്തിനും ഈ ഒരു ടിയാൻടായ് സ്കൂള് സഹായകരമായിട്ടുണ്ട്. ഇതാണ് പിന്നെ അതിൽ വരുന്നത് മറ്റൊരു ആൻസർ. ഇനി 23rd ക്വസ്റ്റ്യൻ. മെൻഷൻ ദി ഇമ്പോർട്ടൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺഫ്യൂഷ്യസ്. കൺഫ്യൂഷ്യസിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. കൺഫ്യൂഷ്യസിൻ്റെ പ്രിൻസിപ്പിൾസ് എവിടെയാണ് തുടങ്ങുന്നത്? വു ടൈൻ്റെ റൂളിൻ്റെ സമയത്താണ് അത് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, ഹാർമണി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ജസ്റ്റിസ്. നാലാമത്തെ പോയിന്റ് ലോയൽ ടു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അഞ്ചാമത്തെ പോയിന്റ് ഫിലിലാൽ പിയറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റിംഗ് വൺസ് പാരൻസ്. അപ്പോൾ എന്തൊക്കെയാണ് 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? മുതിർന്നവരെ അനുസരിക്കുക, എല്ലാത്തിനോടും
ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ജസ്റ്റിസ്, നീതി. 4ാമത്തെ പോയിന്റ് ഫാമിലിയോടും അതുപോലെ തന്നെ കൂട്ടുകാരുടെയൊക്കെ ലോയൽ ആയിരിക്കുക, സത്യസന്ധരായിരിക്കുക. 5ാമത്തെ പോയിന്റ് അവരവരുടെ പാരൻസിനെ റെസ്പെക്ട് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് വരേണ്ട ഉത്തരം എന്ന് പറയുന്നത്. ഇനി 24th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെയിൻ തീം ഓഫ് ദി ക്ലാസിക്കൽ വർക്ക് ഒഡീസി? ഇല്യാഡ് ആൻഡ് ഒഡീസി അല്ലേ? അതിൽ ഇല്യാഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തു. ഒഡീസിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇല്യാഡ് ആൻഡ് ഒഡീസി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ഒരു എപ്പോൾ വേണമെങ്കിലും ഇല്യാഡ് ആൻഡ് ഒഡീസി ഇങ്ങനെയും ചോദിക്കാം, വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇല്യാഡ് ആൻഡ് ഒഡീസി ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ ഒഡീസിനെ കുറിച്ച് പറയുമ്പോൾ ഒഡീസിയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡഡ് അഡ്വഞ്ചേഴ്സ് എൻകൗണ്ടേർഡ് ബൈ ഒഡീസസ്. ഒഡീസസിൻ്റെ വീരഗാഥകൾ അല്ലെങ്കിൽ ഒഡീസസിൻ്റെ വീരപ്രവൃത്തികൾ അടങ്ങുന്നതാണ്, അഡ്വഞ്ചേഴ്സ് അടങ്ങുന്നതാണ് ഒഡീസി എന്ന് പറഞ്ഞ വർക്ക്. പിന്നെ അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? റിലീജിയനെ കുറിച്ച് പറയുന്നുണ്ട്, ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, മിത്തോളജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഒഡീസിയുടെ മെയിൻ കണ്ടന്റ് ആണ്. ഇത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യമാണ്. ഡിഫൈൻ ഒസ്ട്രാസിസം. എന്താണ് ഒസ്ട്രാസിസം എന്നാണ് 25ാമത്തെ ചോദ്യം. ഒസ്ട്രാസിസം എന്ന് പറയുന്നത് ഒരു ഏതേനിയൻ പ്രിൻസിപ്പിളാണ്. ആൻഷ്യൻ ഗ്രീസിലെ ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഒസ്ട്രാസിസം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരേനെ ആ സമൂഹത്തിൽ നിന്ന് 10 വർഷത്തേക്ക് പുറത്താക്കുമെന്നതാണ് ഒസ്ട്രാസിസം എന്ന് പറയുന്നത്. സിറ്റിസൺ could be expelled from the city state of Athens for 10 years. 10 വർഷത്തേക്ക് ഏതൻസിൽ നിന്ന് അവിടുത്തെ സിറ്റിസൺസിനെ പുറത്താക്കുന്നതാണ് ഓസ്ട്രാസിസം എന്ന് പറയുന്നത്. ക്ലിയസ്റ്റനസ് ആണ് ഇത് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മതി കേട്ടോ, വേറെ ഒന്നും എഴുതണ്ട. ഓസ്ട്രാസിസം മീൻസ് the citizens could be expelled from the city state of Athens for 10 years. This process was known as ostracism. This is an Athenian principle. ഇത്രയാണ് മെയിൻ പോയിന്റ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ക്ലിസ്റ്റനസ്. ഇത്രയായി കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, ഇനി 26th ക്വസ്റ്റ്യൻ. Why was Cleisthenes considered as the father of Greek democracy? ഗ്രീക്ക് ഡെമോക്രസിയുടെ പിതാവ് എന്ന് ക്ലിയസ്റ്റനസിനെ പറയാൻ കാരണം എന്നാണ്. ക്ലിയസ്റ്റനസിന് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാൻ കാരണം? പ്രധാനപ്പെട്ട പോയിന്റ്സ്. അദ്ദേഹം അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പാവപ്പെട്ടവർക്കും സിറ്റിസൺഷിപ്പ് നൽകി. ദെൻ ഒരു കൗൺസിൽ രൂപീകരിച്ചു, ഒരു ഡെമോക്രാറ്റിക് കൗൺസിൽ, 500 പേരടങ്ങുന്ന ഡെമോക്രാറ്റിക് കൗൺസിൽ രൂപീകരിച്ചു. 3ാമത്തെ പോയിന്റ്, ഒരു കമ്മിറ്റി സിസ്റ്റം രൂപീകരിച്ചു. ഈച്ച് കമ്മിറ്റി ഇൻക്ലൂഡ്സ് 50 മെമ്പേഴ്സ്. അങ്ങനത്തെ 10 കമ്മിറ്റികൾ രൂപീകരിച്ചു. ദെൻ ആർമി റെഗിമെൻറ്റ്സ് എല്ലാം പുനഃസ്ഥാപിച്ചു. 5ാമത്തെ പോയിന്റ്, ഒസ്ട്രാസിസം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തിന് ഗ്രീക്ക് ഡെമോക്രസിയുടെ പിതാവ് എന്നറിയപ്പെടാൻ കാരണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്. 27th ക്വസ്റ്റ്യൻ. ഹൂ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പൊണൻസ് ഓഫ് സ്റ്റോയിസിസം? സ്റ്റോയിസിസം എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്തകൻ ആരാന്ന് ചോദ്യം. സ്റ്റോയിസിസം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉടലെടുത്തത് റോമിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പൊണന്റ് എന്ന് പറഞ്ഞാൽ കാറ്റോ ആണ്. അതാണ് അതിൻ്റെ ആൻസർ. കാറ്റോ ആണ് അതിൻ്റെ തുടക്കക്കാരൻ. ഇറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് റോമിലാണ്. ഗ്രീക്ക് ആൻഡ് റോമിൽ ഇത് വളരെയധികം ഫ്ലറിഷ് ചെയ്യുകയും പൂത്തുലച്ചിട്ടുണ്ട്. ഫ്ലറിഷ്ഡ് ഇൻ ഗ്രീക്ക് ആൻഡ് റോമൻ ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാകുമ്പോൾ എഴുതേണ്ട കാര്യമുള്ളൂ. 28th ക്വസ്റ്റ്യൻ. ഹൂ വാസ് മാർസസ് ടൂലിയസ് സിസേറോ? മാർസസ് ടൂലിയസ് സിസേറോ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. സിസേറോ എന്ന് പറഞ്ഞാൽ റോമൻ ലോയർ, ഒറാറ്റർ, റൈറ്റർ എന്നീ മേഖലകളിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സിസേറോ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ആയിരുന്നു ലോസ് ഓഫ് നാച്ചർ എന്ന് പറയുന്നത്. പ്രകൃതിയെക്കുറിച്ചുള്ള നിയമം, ലോസ് ഓഫ് നാച്ചർ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. ഹി ഈസ് എ ഹൈ റാങ്കിങ് കൗൺസിൽ. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ചുള്ള ആൻസർ എന്ന് പറയുന്നത്. മാർക്കസ് ടൂലിയസ് സിസേറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കിട്ടുകയാണെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത്രയാണ് മെയിൻ കാര്യമല്ല ആൻസറായിട്ട് വരേണ്ടത്. അത്രയേ ഉള്ളൂ. ദെൻ 29th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ചിച്ചൻ ഇറ്റ്സ? ചിച്ചൻ ഇറ്റ്സേൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. എന്താണ് ചിച്ചൻ ഇറ്റ്സ? ചിച്ചൻ ഇറ്റ്സ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെക്സിക്കൻ ആർക്കിയോളജിക്കൽ സൈറ്റ് മെക്സിക്കൻ ആർക്കിയോളജിക്കൽ സൈറ്റ് ഇൻ ദി യുക്കാറ്റാൻ സ്റ്റേറ്റിലുള്ള മെക്സിക്കൻ ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇറ്റ്സ് ഫേമസ് ഫോർ ദി ടെമ്പിൾ എൽ കാസ്റ്റിലോ എന്ന ടെമ്പിളിന് ഫേമസ് ആണ് ഈ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന സെൻറ്റർ എന്ന് പറയുന്നത്. ദിസ് എൽ കാസ്റ്റിലോ വാസ് ഓൾസോ നോൺ ആസ് കുൽക്കാൻ സ്റ്റെപ്പ് പിരമിഡ് ഓർ ദ ടെമ്പിൾ ഓഫ് കുൽക്കാൻ.
ഇത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനെ എൽ കാസ്റ്റിലോ എന്ന് പറഞ്ഞ ടെമ്പിളാണ് ഇത് അറിയപ്പെടുന്നത്. ടെമ്പിൾ ഓഫ് കുൽക്കാൻ അല്ലെങ്കിൽ കുൽക്കാൻ സ്റ്റെപ്പ് പിരമിഡ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയാണ് ഇതിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഞാൻ ചിച്ചൻ ഇറ്റ്സ് ഫേമസ് ഫോർ ഈ കാര്യങ്ങൾക്കാണ്. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ആൻഷ്യൻ മായ സിറ്റി ഓഫ് ടിക്കൽ. പ്രാചീന മായ സിറ്റി ആയിട്ടുള്ള ടിക്കലിൻ്റെ പ്രത്യേകത എന്താണ്? ടിക്കലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ടിക്കലിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു 2 pages ഷോർട്ടേജേക്കുള്ള സാധനമുണ്ട് ടിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് സിഗ്നിഫിക്കൻസ് എഴുതണം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. നമുക്കിപ്പോൾ ചിച്ചൻ ഇറ്റ്സി ആയാലും സിസോറിനെ കുറിച്ചായാലും ഒക്കെ ഒരുപാട് എഴുതാറുണ്ട്. അപ്പോൾ നമ്മളതിൽ സെലക്റ്റീവ് ആവണം. ഈ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു 3 സെൻറ്റൻസ് 4 സെൻറ്റൻസിൽ എഴുതുന്നുള്ളൂ. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ വ്യൂ പോയിന്റിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മായ സിറ്റി ഓഫ് ടിക്കാലിൻ്റെ പ്രത്യേകതയെ കുറിച്ച് ചോദിക്കുമ്പോൾ ടിക്കാൽ ഏറ്റവും അറിയപ്പെടുന്നത് പിരമിഡ്സിനാണ്. പിരമിഡ്സ് ഓഫ് ടിക്കാൽ അമേരിക്കയിൽ ഒരു 100 വർഷത്തോളം ഏറ്റവും ടോളസ്റ്റ് സ്ട്രക്ചറായിട്ട് നിലനിന്നിരുന്നായിരുന്നു പിരമിഡ് ഓഫ് ടിക്കാൽ എന്ന് പറയുന്നത്. ദെൻ ഈ പിരമിഡ്സ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ്, വൺ ഫേസ് ടു അനദർ, ഒന്നിനോട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ പിരമിഡ്സ് എല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ 16 പിരമിഡ്സ് ടിക്കാലുണ്ട്. അപ്പോൾ ടിക്കാലിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു നമുക്ക് എഴുതാം. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ടിക്കാലിന്. നിങ്ങൾ ആ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ടിക്കാലിൻ്റെ പിരമിഡ്സിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ്, പിന്നെ അവിടുത്തെ ടിക്കാൽ എന്ന് പറഞ്ഞ സിറ്റിയുടെ മറ്റ് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു ആൻസർ എന്ന് പറയുന്നത്. പിരമിഡ് ഓഫ് ടിക്കാലിൻ്റെ പേരിലാണ് ടിക്കാൽ എന്ന് പറയുന്ന സിറ്റി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. ഒരു ആർക്കിടെക്ചറൽ രീതിയിലാണ് ടിക്കാൽ എന്ന് പറയുന്ന സിറ്റി ഫേമസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്ഷൻ A and B നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, നമുക്ക് വേറെ ഒന്നും വാരി വലിച്ച് എഴുതാനില്ല. ആൻസറിന് ക്വസ്റ്റ്യന് ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതുക, അത് മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ പോയിന്റ്സ് എന്ത് എഴുതണം അത് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 2 സെക്ഷനും ഈ പറഞ്ഞ മെയിൻ പോയിന്റ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും ഇപ്പോൾ 10 ആദ്യത്തെ 10 മാർക്സും പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻസ് 20 മാർക്സ്, ഒരു 30 മാർക്സ്. 30 മാർക്സ് പോരല്ലോ, ഇതിന് ഓരോന്നിനും 2 മാർക്കില്ല. അപ്പോൾ ഒരു 10 ചോദ്യം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ 30 മാർക്സ് തന്നെ. അത്രയും നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ A and B എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ ഡയറക്റ്റായിട്ട് ആൻസർ എഴുതണം എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ C ആണ്.